ഒടിഞ്ഞു വളഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് ഒടിഞ്ഞു വളഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് ഒടിഞ്ഞു വളഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് ആകെ കുഴപ്പത്തില ആകെ കുഴപ്പത്തില. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് പോക്കെങ്കിൽ നമ്മുടെ കാര്യമാണെങ്കിലും മഴവെള്ളപ്പാത്തിയുടെ കാര്യമാണെങ്കിലും കുഴപ്പത്തിലാകും. മഴവെള്ളപ്പാത്തികൾ കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള വീടുകൾ ഇങ്ങനെയാവാൻ അധികം സമയം വേണ്ട. മാർക്കറ്റിൽ പലതരം പാത്തികൾ ഉണ്ടെങ്കിലും ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് അക്വാസ്റ്റാർ മഴവെള്ളപ്പാത്തിയാണ്. അതെ, വീടെന്നും സുന്ദരമായും സുരക്ഷിതമായും നിലനിൽക്കുവാൻ അക്വാസ്റ്റാർ മഴവെള്ള പാത്തികൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വീടുകളെന്നും പുത്തൻ ലുക്കിൽ നിൽക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മഴവെള്ള പാത്തികൾ കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. കൃത്യമായി മഴവെള്ളം സംഭരിക്കാനും ഈ വീട് സുരക്ഷിതമായി നിലനിർത്താനും ഈ പാത്തി എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ട 5 സ്റ്റെപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. 5 സ്റ്റെപ്പുകളിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്ലാനിംഗ് ആൻഡ് പ്രിപ്പറേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിൽ ഒന്നാണിത്. വീടിന്റെയോ ബിൽഡിംഗിന്റെയോ ഘടനയ്ക്ക് അനുയോജ്യമായ സൈസിലുള്ള മഴവെള്ള പാത്തികളാണ് സെലക്ട് ചെയ്യേണ്ടത്. തുടർന്ന് മഴവെള്ള പാത്തികൾ സുരക്ഷിതമായി ഫിറ്റ് ചെയ്യേണ്ടതിനു വേണ്ട ടൂൾസും മറ്റ് സേഫ്റ്റി ഉപകരണങ്ങളും തയ്യാറാക്കി വെക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബ്രാക്കറ്റ് ഫിക്സിംഗ് ആൻഡ് സ്ലോപ്പ് അഡ്ജസ്റ്റ്മെന്റ്. അക്വാസ്റ്റാറിന് 4 തരം ബ്രാക്കറ്റുകളാണ് ഉള്ളത്. UPVC ബ്രാക്കറ്റ്, ഇന്നർ ബ്രാക്കറ്റ്, മെറ്റൽ ബ്രാക്കറ്റ്സ്, UPVC വിത്ത് മെറ്റൽ എക്സ്റ്റൻഷൻ. പർലിനെയും പാത്തിയെയും ബന്ധിപ്പിക്കാൻ നമ്മൾ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നു. സ്റ്റീൽ ബ്രാക്കറ്റിന് പർലിനിൽ വെൽഡ് ചെയ്തു വേണം ഉപയോഗിക്കാൻ. PVC ബ്രാക്കറ്റ് മരത്തിലോ ചുമരിലോ സ്ക്രൂ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സ്ക്രൂവിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഗട്ടറിനെയും പാത്തിയെയും ബന്ധിപ്പിക്കുന്നത്. ക്ലിപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് PVC ബ്രാക്കറ്റ് ഗട്ടറുമായി യോജിപ്പിക്കുന്നത്. റൂഫിംഗിന് ഭംഗി നൽകുവാനും ബ്രാക്കറ്റ് പുറത്ത് കാണാതിരിക്കാനും ഇന്നർ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കാറ്. പർലിന് 90 സെന്റിമീറ്ററിന് ഒരു ബ്രാക്കറ്റ് എന്ന രീതിയിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. ബ്രാക്കറ്റുകൾ തമ്മിൽ റോപ്പോ സ്പിരിറ്റ് ലെവലോ ഉപയോഗിച്ച് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും ഡ്രോപ്പ് പോയിന്റിലേക്ക് 1 സെന്റിമീറ്റർ സ്ലോപ്പ് നൽകേണ്ടതുമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഗട്ടർ ഫിക്സിംഗ്. അക്വാസ്റ്റാർ റെയിൻ വാട്ടർ ഗട്ടേഴ്സ് 2 ഡിസൈനുകളിൽ അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തത് കൊറുഗേറ്റഡ് ഡിസൈൻ, രണ്ടാമത്തത് സ്ക്വയർ ഡിസൈൻ. റൂഫിംഗ് ഓടായാലും ഷീറ്റ് ആയാലും പാത്തിയുടെ 40% മാത്രമാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള 60%-ത്തിലൂടെ വെള്ളം സുഖമായി ഒഴുകി പോകുന്നതാണ്. ഗട്ടർ ബ്രാക്കറ്റായി ഫിക്സ് ചെയ്യുവാൻ ക്ലിപ്പിംഗ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പാണ് ആക്സസറീസ് ഫിക്സിംഗ്. പുറത്തേക്കും അകത്തേക്കും വളഞ്ഞിരിക്കുന്ന ഗട്ടറുകളെ യോജിപ്പിക്കാൻ എൽബോ ഉപയോഗിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഡ്രോപ്പിന് വേണ്ടി റണ്ണർ ഡ്രോപ്പ് ഉപയോഗിക്കുന്നു. പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന കോർണറുകളിൽ നിന്നും വെള്ളം ഒഴുക്കുവാൻ എൽബോ ഡ്രോപ്പ് ഉപയോഗിക്കുന്നു. ഗട്ടറിന്റെ അറ്റം ക്ലോസ് ചെയ്യുവാൻ സ്റ്റോപ്പ് എൻഡ് ഉപയോഗിക്കുന്നു. സ്റ്റോപ്പ് എൻഡ് ഡ്രോപ്പ് മഴവെള്ള പാത്തിയുടെ എൻഡിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകുവാൻ സഹായിക്കുന്നു. റണ്ണർ 2 ഗട്ടർ തമ്മിൽ യോജിപ്പിക്കുവാൻ റണ്ണർ ഉപയോഗിക്കുന്നു. ആക്സസറീസ് എന്തായാലും ചോർച്ച തടയാൻ സിലിക്കൺ സീലന്റ് ഉപയോഗിക്കുന്നു. ലീഫ് ഗാർഡ് പാത്തിയിൽ ഇലയും മറ്റ് മാലിന്യങ്ങളും വീഴാതെ ഇരിക്കുവാൻ ലീഫ് ഗാർഡ് ഉപയോഗിക്കുന്നു. 5ാമത്തെ സ്റ്റെപ്പാണ് ഡൗൺ പൈപ്പ് ഫിക്സിംഗ്. മഴവെള്ള പാത്തികളിലൂടെ വരുന്ന വെള്ളം കൃത്യമായി താഴെയുള്ള സംഭരണികളിലേക്ക് ഒഴുകുവാൻ ഡൗൺ പൈപ്പ് ഉപയോഗിക്കുന്നു. ഡൗൺ പൈപ്പുകൾ പലതരത്തിലുള്ളതുണ്ട്. കെട്ടിടത്തിന്റെ ഘടനയ്ക്കനുസരിച്ച് ഓരോന്ന് ഉപയോഗിക്കേണ്ടതാണ്. ഇങ്ങനെ കൃത്യമായി 5 സ്റ്റെപ്സ് ഉപയോഗിച്ച് അക്വാസ്റ്റാർ മഴവെള്ള പാത്തികൾ ഫിക്സ് ചെയ്താൽ വീടെന്നും പുത്തനായി തന്നെ നിൽക്കും. അക്വാസ്റ്റാർ റെയിൻ വാട്ടർ ഗട്ടേഴ്സ്.